ജബ്ബാർ പറയുന്ന ഒരു സംഗതി, പ്രസവിച്ച സ്ത്രീ വലിച്ചെറിഞ്ഞു. 9 സ്ത്രീകൾ മുഹമ്മദിന് മുല കൊടുത്തു എന്നാണ് ഖുർആനും ഹദീസും ഇസ്ലാമും പഠിപ്പിക്കുന്നതെന്ന്. ശരിക്ക് ശ്രദ്ധിക്കണം. പ്രസവിച്ച സ്ത്രീ മുഹമ്മദിനെ വലിച്ചെറിഞ്ഞു, എന്നിട്ട് മുഹമ്മദിന് 9 സ്ത്രീകൾ മുല കൊടുത്തു എന്നാണ് ഖുർആനും ഹദീസും ഇസ്ലാമും പഠിപ്പിക്കുന്നത്. ഇത്രമാത്രം വെഡിത്തം പറയുന്ന ഒരുത്തനാണ് ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ. ഒന്ന്, പ്രസവിച്ച സ്ത്രീ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന മുഹമ്മദിനെ വലിച്ചെറിഞ്ഞതാണോ? ജബ്ബാറിന് എന്തും പറയാം, കാരണം ജബ്ബാറിന് കഥയില്ലല്ലോ. ഒരുതരം ഭ്രാന്താണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പിടികൂടിയിട്ടുള്ളത്. ആ ഭ്രാന്ത് വെച്ചിട്ടാണ് ജബ്ബാർ ഇതൊക്കെ പുലമ്പുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദിനെ ആമിന മാതാവ് വലിച്ചെറിഞ്ഞതാണോ? അറേബ്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു സർവ്വസാധാരണമായിട്ടുള്ള സമ്പ്രദായമാണ്, വിശേഷിച്ചും മക്കയിലും പരിസരത്തും. കുട്ടികളെ മുല കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഏൽപ്പിക്കാം. അങ്ങനെയുള്ള കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് കുട്ടികളെ ഏറ്റെടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് ജനിച്ചപ്പോൾ മുഹമ്മദിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല അവിടെ ആളുകൾ വരുന്നത്, ഏതെങ്കിലും കുട്ടികളെ കിട്ടുവാനുള്ള നിലക്കാണ്. അപ്പോൾ ആ മക്കയിൽ വന്ന് കുറേ കുടുംബത്തിൽ കുറേ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ മക്കയിൽ വന്ന് അവരൊക്കെ കൂലി നിശ്ചയിച്ച് കുട്ടികളെയുമായിട്ട് പോയി. ചരിത്രം പറയുന്ന ഒരു സംഗതി, മുഹമ്മദിനെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഹലീമ ആണെങ്കിൽ വളരെ ദരിദ്രവാസിയാണ്, ഹലീമയും കുടുംബവും. അതുകൊണ്ട് തന്നെ കൂലിക്ക് മാന്യമായിട്ടുള്ള കൂലി കിട്ടാത്തൊരു കുട്ടിയെ ഏറ്റെടുത്തിട്ട് എന്ത് കാര്യം എന്നുള്ളവർക്ക് ആദ്യത്തിൽ അവർ ഏറ്റെടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ എല്ലാവർക്കും കുട്ടികളെ കിട്ടി. അവരൊക്കെ കുട്ടികളായിട്ട് പോകുമ്പം വെറും കയ്യോടെ തിരിച്ചു പോകണ്ടേ എന്നുള്ള നിലക്ക് ഹലീമ ഏറ്റെടുത്തു എന്നാണ്. ഇത് ഹലീമ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ആമീന ഈ കുട്ടിയൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതിയിട്ടല്ല. കാരണം ആമീനൊക്കെ അങ്ങനെ കരുതേണ്ട ഒരു സംഗതി ആ ഘട്ടത്തിലില്ല. വേറെ കുട്ടികളില്ല. ഇനി വേറെ കുട്ടികളുണ്ടാവാൻ തൽക്കാലം മാർഗവുമില്ല, കാരണം ഭർത്താവ് മരിച്ചു വരും. അപ്പോൾ അവിടുത്തെ സമ്പ്രദായം അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളെയൊക്കെ മുല കുടിക്കാൻ കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന ഈ കുട്ടിയെയും കൊടുത്തു. അല്ലാതെ ജബ്ബാർ പറഞ്ഞ മാതിരി പ്രസവിച്ച സ്ത്രീ വലിച്ചെറിഞ്ഞതല്ല. പിന്നെ ഈ 9 സ്ത്രീകൾ മുല കൊടുത്തു എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ജബ്ബാറിന് കിട്ടിയതെന്ന് നമുക്കറിയില്ല. ആരോ അടിസ്ഥാനമില്ലാത്ത രീതിയിലാണോ പറഞ്ഞിട്ടുണ്ടാവാം. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രാമാണികത എന്നത് പറയുന്ന സംഗതിക്കൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്തും വിളിച്ചു പറയാം. മുഹമ്മദിന് 2-3 സ്ത്രീകൾ മുല കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഒന്ന് പെറ്റ പെണ്ണ് തന്നെയാണ് ആമിന. മറ്റൊന്ന് ഹലീമയാണ്. കൂടുതൽ കാലം മുഹമ്മദിന് മുല കൊടുത്തിട്ടുള്ളത് ഹലീമയാണ്. പിന്നെ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാവും, പെറ്റ പെണ്ണിന് പാലില്ലെങ്കിൽ അല്ലെങ്കിൽ ആ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ കുട്ടിക്ക് മുല കൊടുത്തു എന്ന് വരും. ആ രീതിയിൽ 1-2 സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ച് വന്നിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് 9 പെണ്ണുങ്ങൾ മുല കൊടുത്തു എന്ന് പറയുന്ന ഈ വാദത്തിന് യാതൊരു അടിസ്ഥാനമില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം എന്താ കുഴപ്പമുള്ളത്? ഒരു നാട്ടിലുള്ള സമ്പ്രദായം, ആ കാലഘട്ടത്തിലെ സമ്പ്രദായം അനുസരിച്ച് അതും നിഷിദ്ധമല്ലാത്ത ഒരു സംഗതി, കുറ്റകരമല്ലാത്തൊരു സംഗതി ചെയ്തതിന് എന്തിനാണ് അവനെ ആക്ഷേപിക്കണത്? അപ്പോൾ കഥയില്ലായ്മയാണ് അതിലുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ അന്ന് ഇസ്ലാമിക നിയമങ്ങളില്ല. ഇസ്ലാമിക നിയമത്തിലും അങ്ങനെ ഒരു നിരോധം ഏർപ്പെടുത്തിയിട്ടുമില്ല. ഒരു കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ തീരുമാനിക്കുന്നു. ആ കുട്ടിയുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള കുടുംബത്തിലോ അയൽപ്പക്കത്തോ ഒക്കെ ഉള്ള ആളുകൾ തീരുമാനിക്കുന്നു. എന്നിട്ട് ആ കുട്ടിയെ അവർ സംരക്ഷിക്കുന്നു. അതിൽ മുല കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. ആ നിലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് യാതൊരു ആക്ഷേപത്തിനും വകയില്ല.
എന്നിട്ടാണ് മുഹമ്മദിന് 9 പെണ്ണുങ്ങൾ മുല കൊടുത്തു എന്ന് ഖുർആനും ഹദീസും പറയുന്നു എന്നാണ് തട്ടി വീഴുന്നത്. ഇവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആനെ സംബന്ധിച്ചൊക്കെ വിടുവായത്വം എന്ന് പറയുന്നത്. ഖുർആനിൽ എവിടെയാണ് ജബ്ബാറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 പെണ്ണുങ്ങൾ മുല കൊടുത്തു എന്നുള്ളത്? ഒരു പെണ്ണ് മുല കൊടുത്തു എന്ന് പോലും ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ ഹദീസുകളിൽ ചരിത്രത്തിൽ ഒക്കെ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഇല്ലാത്ത സംഗതി പറഞ്ഞിട്ട് പറയാനുള്ളതാണല്ലോ, അല്ലെങ്കിൽ അന്തസ്സ് കേട്ട വർത്തമാനം പറയാനുള്ളതാണല്ലോ വിടുവായത്വം എന്ന് പറഞ്ഞാൽ. അതാണ് ഇവിടെ ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നിട്ട് ചോദിക്കുകയാണ് ആര് പറഞ്ഞതാണ് ശരി? ആര് പറഞ്ഞതാ ശരി? ജബ്ബാർ പറഞ്ഞതാണോ ശരി? ആമിന പ്രസവിച്ച പെണ്ണ് നബിയെ വലിച്ചെറിഞ്ഞു പറഞ്ഞത് ജബ്ബാർ പറഞ്ഞത് ശരിയാണോ? അതിന് തെളിവുകൊണ്ട് വരാൻ ജബ്ബാറിന് കഴിയോ? അങ്ങനെ വലിച്ചെറിഞ്ഞ കുട്ടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹലീമ മുലകൂടി മാറിയതിന് ശേഷം ആ കുട്ടിയെ സ്വന്തം മാതാവിൻ്റെ അടുത്ത് തിരിച്ചേൽപ്പിച്ചത്? വലിച്ചെറിഞ്ഞ കുട്ടിയല്ലേ, ഞാൻ തന്നെ പോറ്റിക്കോളാന്നല്ലേ വെക്കേണ്ടത്. എന്തിനായിരുന്നു ആ മാതാവ് ആ കുട്ടിയെയുമായിട്ട് ഈ കുട്ടിയുടെ അമ്മാവന്മാരുടെ, അതായത് ആമിനയുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് മദീന യസ്രിബിലേക്ക് പോയത്? വലിച്ചെറിഞ്ഞതിൻ്റെ പേര്. വലിച്ചെറിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടീനെയായിട്ട് തള്ളാർ പോവോ? അപ്പോൾ ഇവിടെ വിടുവായത്വം പറയുന്നത്, അബദ്ധം പറയുന്നത്, തനി തോന്നിവാസം പറയുന്നത് ജബ്ബാറാണെന്നുള്ളത് ജബ്ബാറിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ആര് പറഞ്ഞതാണ് മണ്ടത്തരം എന്നാണ് ജബ്ബാർ ചോദിക്കുന്നത്. മണ്ടത്തരം ജബ്ബാർ പറഞ്ഞാണെന്നുള്ളതിൻ്റെ മറുപടി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ അദ്ദേഹം മരിച്ചാൽ വിവാഹം ചെയ്യാൻ പാടില്ല. വസുവാജുഹും ഉമ്മഹാത്തുഹും, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ മുസ്ലിം മൂമിനുകളുടെ വിശ്വാസികളുടെ മാതാക്കളാണ്. മാക്കാനലക്കും മന്തങ്കിഹു അസുവാജഹു മിൻ ബഅദിഹി, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് മൂപ്പര് കൊഞ്ഞനം കുത്തുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രവാചകൻ ജബ്ബാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യം സത്യമാണ്, വാസ്തവം വാസ്തവമാണ്. ഇവിടെ പ്രവാചകൻ എന്ന് പറയുന്നത് ഏത് പ്രവാചകനും, അത് മുഹമ്മദ് നബിയുടെ മാത്രം കാര്യമല്ല, ഏത് പ്രവാചകനും ആ പ്രവാചകൻ ഏതൊരു സമൂഹത്തിലേക്കാണോ നിയുക്തനായിട്ടുള്ളത് ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവിൻ്റെ സ്ഥാനത്താണ്. അവിടെ പിതാവ് എന്ന് പറയുമ്പോൾ ഔരസ സന്താനങ്ങൾ ആ രീതിയിലുള്ള പിതാവ് എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മീയ അർത്ഥത്തിലുള്ള പിതാവാണ്. ആ ആത്മീയ അർത്ഥത്തിലുള്ള പിതാവിൻ്റെ ഭാര്യമാർ അവരുടെ ആ സമൂഹത്തിൻ്റെ മാതാക്കളുടെ സ്ഥാനത്താണ് ഉണ്ടാവുക. ഇത് ആധുനിക കാലത്ത് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കാലഘട്ടത്തിൽ രാഷ്ട്രപിതാവ്, അതുപോലെ പ്രഥമ വനിത എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലുള്ളൊരു പ്രയോഗമാണിത്. അപ്പോൾ അവിടെ മാതാക്കൾ എന്ന് പറയുമ്പോൾ സ്വന്തം മാതാക്കളോടെന്ന പോലെ അത്രയ്ക്ക് ബഹുമാന പുരസ്സരം വേണം അവരെ കാണാൻ എന്നതാണ് ഖുർആൻ അതുകൊണ്ട് ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ലായിരുന്നു. വിവാഹം ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രം മറ്റ് രീതിയിൽ ഉമ്മമാരോട് അതുപോലെ തന്നെ മുലകുടി ബന്ധത്തിലുള്ള മാതാക്കളോടൊക്കെ പെരുമാറുന്ന മാതിരി പ്രവാചക ഭാര്യമാരോട് മറ്റുള്ളവർക്ക് പെരുമാറാൻ പറ്റുമോ? അത് പറ്റില്ല. അത് ഇസ്ലാം നിരോധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഖുർആൻ പറയുന്ന ഈ സംഗതിയിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്താണ് അതിൻ്റെ ആശയം എന്നുള്ളത്. ഇവിടെ ഉമ്മ, മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുമ്പോൾ അത് ഏത് പ്രതലത്തിൽ, ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏത് അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്ന് നോക്കിയിട്ടാണല്ലോ ഒരു സംഗതിയെ വിമർശിക്കുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്യേണ്ടത്. ഈ ചങ്ങാതിയെ സംബന്ധിച്ചിടത്തോളം അവന് അങ്ങനെയുള്ള യാതൊരു മാന്യതയില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയാമെന്നുള്ളേ ഉള്ളൂ. സാധാരണ മാന്യന്മാരായിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള യുക്തിബോധമുള്ള മനുഷ്യത്വമുള്ള ആളുകൾ ഏതൊരു പദത്തെയും ആ പദം ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കും, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കും, എന്തിനാണ് അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് അതിനെ സംബന്ധിച്ച് വിധി പറയാം. അത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം തന്നെ മറ്റ് സ്ത്രീകളുമായിട്ട് സ്വന്തം മാതാവിനോട് അല്ലെങ്കിൽ സഹോദരിമാരോട് അതുപോലെ രക്തബന്ധത്തിലൂടെ വിവാഹം നിഷിദ്ധമായിട്ടുള്ള ആളുകളോട് പെരുമാറുന്ന രീതിയിലൊന്നും
ഈ പ്രവാചകൻ്റെ ഭാര്യമാരോട് പെരുമാറാൻ പാടില്ല എന്നും അതേ കൂട്ടത്തിൽ തന്നെ ഖുർആൻ പറയുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് വൈദാ സഅൽതുമൂഹുന്ന മത്താഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ അവരോട് വല്ല ഉപകരണങ്ങളോ മറ്റോ ചോദിക്കേണ്ടി വന്നാൽ ആണല്ലോ അയൽപ്പക്കത്തും ഒക്കെ മറ്റൊക്കെ ഉള്ള ആളുകൾ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കേണ്ടി വന്നാൽ നിങ്ങൾ നേർക്ക് നേരെ മുഖാമുഖം നിന്നിട്ടല്ല ചോദിക്കേണ്ടത്, മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള അന്യപുരുഷന്മാരുമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഈ രംഗത്തൊക്കെ നിങ്ങൾ പ്രവാചക പത്നിമാരോട് ബന്ധപ്പെടേണ്ടത്. പക്ഷേ വിവാഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചാൽ പിന്നെ നബിയുടെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊരു സംഗതിയിലാണ് അവിടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നല്ലാതെ ജബ്ബാർ പറയുന്ന മാതിരി പെറ്റ തള്ളയെപ്പോലെ തന്നെ ഇവരെ കാണണം എന്നുള്ള അർത്ഥത്തിലല്ല. പെറ്റ തള്ളയെപ്പോലെ തന്നെ അല്ല ഇവിടെ സ്വന്തം മുലകുടി ബന്ധത്തിലുള്ള മാതാവിനെ, സഹോദരിമാരെ, പ്രവാചകൻ്റെ ഭാര്യമാരെ ഒന്നും മുസ്ലിങ്ങൾ കാണുന്നത്. അപ്പോൾ ജബ്ബാറിന് ഇതിലൊന്നും യാതൊരു പറയുന്നതിന് യാതൊരു നിയന്ത്രണവും ജബ്ബാർ തന്നെയാണുള്ളതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. അത് ജബ്ബാർ എന്ന് പറയുന്നത് ഒരു വിടുവായത്തം പറയുന്ന ആളായതുകൊണ്ട് ഒരു കവലച്ചാട്ടമ്പിയെ പോലെ സംസാരിക്കുന്നത് കൊണ്ട് ജബ്ബാറിനത് പ്രശ്നമല്ലാതെ മാറുന്നു എന്നത് മാത്രമാണ്.